നമസ്കാരം. തെക്കോടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ബി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി, നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ചാണ്. ശ്രീമതി ഐഷ പോറ്റി മൂന്ന് തവണ CPM MLA ആയിരുന്ന ശ്രീമതി ഐഷ പോറ്റി കോൺഗ്രസിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. അതിന് മുമ്പ് ഇടത് നിരീക്ഷകൻ എന്നൊരാൾ BJPയിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ വരുന്ന ന്യൂസ് അനുസരിച്ച് ശ്രീ മാണി ജോസ് മാണി AICC-യുമായിട്ട് ചർച്ച നടത്തിയിരിക്കുന്നു. സഭ നേതൃത്വത്തിൻ്റെ ടാക്ടിക്കൽ സപ്പോർട്ടുണ്ട് അതിന്. സർ, എന്താണ് ഇത് കാണിക്കുന്നത്? ഇടതുപക്ഷത്തിനെതിരെ ഒരു 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 അന്തരീക്ഷം, ഇന്നത്തെ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഒരു അന്തരീക്ഷം ഉരുത്തിരിഞ്ഞു വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റും. കാരണം തെരഞ്ഞെടുപ്പ് കാറ്റിന്റെ അനുസരിച്ച് പാർലമെന്ററി രാഷ്ട്രീയം കളിക്കുന്ന പാർട്ടികൾക്കും വ്യക്തികൾക്കും തീർച്ചയായിട്ടും വിജയ സാധ്യതയുള്ള ഭാഗത്തേക്ക് പോകുക എന്നുള്ള വ്യക്തിപരവും ചെറിയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം താത്വികമോ ആശയപരമോ അല്ലെങ്കിൽ അത്തരത്തിൽ നൈതികമോ ധാർമ്മികമായ പ്രശ്നങ്ങളൊന്നും കൂറുമാറ്റത്തിലില്ല എന്നുള്ള ഒരു 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 സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന് മൂന്നാമതൊരു വരവിനുള്ള സാധ്യത കുറവാണെന്ന സാഹചര്യത്തിൽ മാറുന്നതിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല. പ്രത്യേകിച്ച് ഐഷ പോറ്റി എനിക്കറിയാവുന്ന സുഹൃത്താണ്. വളരെ കാലം ആദ്യത്തെ തവണ ഞാൻ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ ഐഷ പോറ്റിയോടെ MLA ആയിരുന്നു. അത് വളരെ ദീർഘകാലം എനിക്ക് തോന്നുന്നു 10-30 കൊല്ലത്തോളം CPM-ന്റെ എനിക്ക് എത്രത്തോളം അവർ ഏത് പാർട്ടിയുടെ സംഘടനാ തലത്തിൽ ഐഷ പോറ്റി എത്രത്തോളം അവരുടെ നേതൃത്വത്തിന്റെ ഭാഗമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ തീർച്ചയായും അവര് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. MLA ആവുന്നതിന് മുൻപ് ഒന്നോ രണ്ടോ ഉണ്ട്. അപ്പോ ഒരർത്ഥത്തിൽ CPM-ന്റെയോ മാർക്സിസത്തിന്റെയോ അടിത്തറയൊന്നും ഇല്ലെങ്കിലും രാഷ്ട്രീയമായി CPM-നോട് ഒത്തുപോയിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ്, ഒരു സഖാവായിരുന്നു ഐഷ പോറ്റി. അത് സംശയമില്ല. അത് റജി ലൂക്കോസിനെ പോലെയുള്ള ഒരാളല്ല. റജി ലൂക്കോസ് എന്ന് പറയുന്ന വ്യക്തി ഒരേ നാവ് കൊണ്ട് ഇന്നലെ CPM-നെയും ഇന്ന് BJP-യെയും RSS-നെയും പുകട്ടാൻ കഴിയുന്ന ഒരു ഗണത്തിൽപ്പെട്ടതല്ല ഐഷ പോറ്റി തീർച്ചയായിട്ടും. കാരണം അവർ കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ടെങ്കിലും ഒരു ഇടതുപക്ഷ പരിസരവും ഇടതുപക്ഷ രാഷ്ട്രീയവും ഒക്കെയായും പറയുന്ന സ്ത്രീയാണ്. പക്ഷേ കഴിഞ്ഞ 2 കൊല്ലമായും തോന്നുന്നു ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാ, അവരുടെ പാർട്ടിയുമായിട്ടുള്ള ബന്ധം വളരെ മോശമായിക്കൊണ്ടിരുന്നു. അതിന്റെ കാരണങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. അവർ MLA അല്ലാതായ ഒരു സാഹചര്യത്തിൽ വേറെ എന്തെങ്കിലും പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നോ, അതോ പാർട്ടിക്ക് അത് കൊടുക്കാൻ കഴിഞ്ഞില്ല? എന്താണ് അവരുടെ പരിഭവം എന്ന് എനിക്ക് ഞാൻ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുമില്ല. എന്നാലും തീർച്ചയായും 1-2 വർഷമായി അവർ പാർട്ടിയിൽ നിന്ന് അകലുകയും എനിക്ക് തോന്നുന്ന കഴിഞ്ഞ തവണത്തെ CPM-ന്റെ അംഗത്വം പുതുക്കുക പോലും ചെയ്തിട്ടില്ല ഈ ഐഷ പോറ്റി. അതെനിക്ക് ഉറപ്പാണ്. അവര് നിലവിൽ പാർട്ടി അംഗമല്ല, ഒരു അനുഭാവിയുടെ നിലയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പരിചയം. അതും അനുഭാവി എന്നൊന്നും പറയാൻ കഴിയുകയില്ല. കാരണം അവരും പാർട്ടിയുമുള്ള ഒരു പരസ്പര ബന്ധം അറ്റിട്ട് കുറച്ചു കാലമായി. അപ്പൊ ഞാൻ അത് കുറച്ച് കാണുകയല്ല പ്രാധാന്യത്തിന്റെ, അത് കുറച്ച് കാണുകയല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ആശ്വാസത്തിന്റെ ഇതുപോലും ഞാൻ പറയുന്നു. കാരണം BJP-യിലേക്ക് പോയില്ലല്ലോ എന്ന ഒരു ആശ്വാസം എനിക്ക് അവിടെയുണ്ട്. അല്ല, ഞാനതാണ് ചോദിക്കുക. അത് മാത്രമല്ല, CPM-ൽ തന്നെ CPM ഇന്നത്തെ നേതൃത്വം മൊത്തം കണ്ണൂർ മലബാർ ഡൊമിനേറ്റഡ് ആണെന്നും കിട്ടുന്നും ഞാനിങ്ങനെ പലയിടത്തു നിന്നും കേട്ടിട്ടുണ്ട്. അതിനൊരു സാധൂകരിക്കുന്ന നീക്കമല്ലേ ശ്രീമതി ഐഷ പോറ്റി ഇപ്പോൾ പറയുന്നത്? ഞാൻ പാർട്ടി എന്നെ പലതിനും വിളിക്കുമായിരുന്നു, പക്ഷെ ഒരു സൗകര്യങ്ങളും തരാറില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു എനിക്ക് എന്റെ മനസ്സിൽ വന്ന ഇങ്ങനെയുള്ള ഒരു കേൾവിയാണ്. സാറിന് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, അതെ, ചെറിയ മനസ്സിലായി. ഡൽഹിയിൽ ഇരിക്കുമ്പോൾ കുറച്ചൊരു ഇത് ഈ കണ്ണൂർ ലോബി ഈ വർത്തമാനത്തിന് ഒരു പുതുമ തോന്നുമെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം CPM-നുമായി ഒരു അനുഭാവിയും ഇടതുപക്ഷ രാഷ്ട്രീയം വളരെ കാലമായി നിരീക്ഷിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ കണ്ണൂർ ലോബിയുടെ ഉള്ള പ്രതിഷേധത്തിലാണ് ഐഷ പോറ്റി പോയതെന്ന് തികച്ചും തെറ്റാണ്.
അത്തരത്തിലുള്ള അത്തരത്തിലായിരുന്നെങ്കിലെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുപോലുമല്ല. കാരണം അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയം, വേരുറച്ച രാഷ്ട്രീയം ഐഷ പോറ്റിക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അവർ യൂണിവേഴ്സിറ്റിയിലെ ചില കമ്മിറ്റികളിലുള്ളപ്പോഴും അവരുടെ MLA എന്നുള്ള ഒരാൾ മാർക്സിസ്റ്റ് ആവുകയും അല്ലെങ്കിൽ ഒരാൾ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് CPM-ന്റെ അത്തരത്തിലുള്ള ആശയപരമായ ഒരു അടിത്തറയിലുള്ള ഒരു 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 MLA-യോ ആയിട്ട് എനിക്ക് ഒരിക്കലും ഐഷ പോറ്റിയെ തോന്നിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കണ്ണൂർ ലോബിക്കെതിരായിട്ടുള്ള പ്രതിഷേധം അങ്ങനെ വരണമെങ്കിൽ എത്രയോ ആളുകൾ വേറെയുണ്ട്. ഇതൊരു സംഘടനാപരമായി തീർച്ചയായിട്ടും വസ്തുതയാണ്. പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കൂ. താങ്കൾ ഡൽഹിയിലായതുകൊണ്ട് ഈ കേരളത്തിലെയും കണ്ണൂരിലെയും ഇത് വളരെ ഒരു 5 പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയ മുതൽ കേരളത്തിൽ CPM-ൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളെ ലളിതമായി വിലയിരുത്താൻ പറയുന്നതാണ് പാർട്ടി കണ്ണൂർ ലോബിയുടെ പിടിയിൽ എന്നുള്ളത്. നമ്മളെ പോലെയുള്ള സീനിയർ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകർ അതാണോ ഐഷ പോറ്റി എന്ന് പറയുന്നത്? ഇല്ല, ഐഷ പോറ്റിക്ക് അതിനു വേണ്ട ഗൗരവമില്ല. അതാദ്യം മനസ്സിലാക്കണം. അത്തരത്തിൽ ഒരു രാഷ്ട്രീയ കലാപം നടത്താൻ കഴിയും ആശയ അടിത്തറയോ അല്ലെങ്കിൽ പൊതുജന പിന്തുണയോ ഉള്ള ഒരു മുൻ MLA അല്ല ഐഷ പോറ്റി. ചെയ്യണമെങ്കിൽ എത്രയോ ആളുകൾ സഖാക്കൾ തിരുവനന്തപുരത്തുണ്ട്, വളരെ സമർത്ഥരായിട്ടുള്ള വളരെ പരിചയസമ്പന്നരായിട്ടുള്ള എറണാകുളത്തുള്ള സഖാക്കളുണ്ട്, എന്നിട്ട് കോഴിക്കോടുണ്ട്. അപ്പൊ ഈ കണ്ണൂർ പിടി എന്ന് പറയുന്നത് വസ്തുപരമായി നോക്കിയ, കാരണം പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിൽ നടന്നുകൊണ്ട് വസ്തുതയിൽ ഇന്ന് പാർട്ടിയേക്കാൾ പ്രധാനം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. രാഷ്ട്രീയ പേഴ്സണൽ സ്റ്റാഫിൽ ഉള്ള P. ശശി തുടങ്ങിയ കണ്ണൂരിൽ നിന്നുള്ള സഖാക്കൾ, ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിൽ കിട്ടുന്ന ഒരു ഇംപ്രഷനാണ്, പബ്ലിക് ഇംപ്രഷനും പാർട്ടിക്ക് അകത്തുള്ള ഇംപ്രഷനുമാണ് താങ്കൾ പറഞ്ഞ കണ്ണൂർ ലോബി. അത് വസ്തുതാപരമാണ്. ഇതിലിപ്പോ നമുക്കൊന്നും പറയേണ്ട അതിലൊരു വിസ്മയമോ അത്ഭുതമോ കണ്ടെത്തലോ അല്ല. കാരണം നമുക്ക് ഗോവിന്ദൻ മാഷ്, പിണറായി, ശശി, ഇത്തരത്തിൽ ജയരാജൻ, P. ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ഇല്ലെങ്കിലും കേരളത്തിലെ മലബാറിന്റെ ഒരു പ്രതിനിധി EP ജയരാജൻ. അപ്പൊ അതിൽ തർക്കമില്ല. ഇന്നത്തെ CPM സംസ്ഥാന ഘടകത്തിൽ അതിൽ മേൽക്കോയ്മയുള്ളത് കണ്ണൂരിൽ നിന്നുള്ള സഖാക്കൾക്ക് തന്നെയാണെന്നുള്ളൊരു പഴംപുരാണമാണ്. അത് നമ്മളിപ്പോ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതും ഐഷ പോറ്റിയുടെ ഇതുമായിട്ട് കൂട്ടിക്കലർത്തണ്ട. ഐഷ പോറ്റിയുടെ ഒരു വ്യക്തിഗതമായിട്ടുള്ള ഒരു 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 തീരുമാനമാണ്. ആ തീരുമാനം കോൺഗ്രസിലേക്കാണോ BJP-യിലേക്കാണോ എന്ന് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഇവർ എങ്ങോട്ടാണ് പോകുന്നത്? അവരൊരു സവർണ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നതാണ്. അവർ കൊട്ടാരക്കര പോലെ സവർണ ഹിന്ദുക്കൾക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലത്തു നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഒരുപക്ഷെ BJP-യും അവർക്ക് വല വീശിയിരിക്കാമെന്നാണ് ഞാൻ കരുതിയത്. എന്തായാലും കോൺഗ്രസ് സതീശന്റെ വലയിലാണ് അല്ലെങ്കിൽ അവർ വീണത് എന്നുള്ളത് കുറച്ച് ആശ്വാസകരമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നേരെ BJP RSS-ലേക്ക് പോകുക എന്നുള്ളതിൽ അത് സഹജമല്ല. അത് ത്തിന്റെ നിലവാരത്തിൽ നോക്കുകയാണെങ്കിൽ അവർ അവിടെ കഴിയാണ്. എന്നാൽ നേരെ മറിച്ച് ഇപ്പൊ P. ജയരാജൻ കലാപം ചെയ്യുന്നുവെങ്കിൽ P. ജയരാജനും ഇതേപോലെ ഐഷ പോറ്റിയെ പോലെ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം ധീരനായ സഖാവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്, സ്വാധീനമുള്ള സഖാവാണ് കണ്ണൂരിലെ. അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് ഒരു നിലപാട് എടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കും. നേരെ മറിച്ച് തോമസ് ഐസക്കും ബേബിയും ഒരു നിലപാട് എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ ശ്രദ്ധിക്കും. അവർക്ക് ആശയപരമായ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകാം, അവർക്ക് ഇതിൽ എന്തെങ്കിലും അതൃപ്തി, രാഷ്ട്രീയ അതൃപ്തി ഉണ്ടാവണം. രാഷ്ട്രീയ അതൃപ്തി ഇല്ലാതെ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് കൂറുമാറുന്നവരെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ചെറിയാൻ ആയാറാം ഗയാറാം, താങ്കൾ അതിൽ കൂടി വളർന്നിട്ടുള്ള ആളാണ് ആ കാലഘട്ടത്തിൽ. അപ്പൊ അത് കേരളത്തിലേക്കും വരുന്നു കൂടുതൽ പ്രകടമായി. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കോൺഗ്രസിൽ കോൺഗ്രസിന് ഈ ഇലക്ഷന് മുമ്പേ ഉള്ള ഒരു പോസിറ്റീവ്, അവർക്കൊരു ബൂസ്റ്റ് ആകുന്നു ശ്രീ ഐഷ പോറ്റി. തീർച്ചയായിട്ടും അത് നമുക്ക് അത് പറയാതെ തന്നെ പ്രകടമല്ലേ.
അതെ, പറയേണ്ടതല്ലോ. നമ്മളെ പോലെ രാഷ്ട്രീയവും മാധ്യമ പ്രവർത്തനവും കൈകാര്യം ചെയ്യുന്നവർക്ക് അറിയില്ല. അതിനു വേണ്ടിയാണല്ലോ അവർ വരുന്നത്. അപ്പൊ തീർച്ചയായും അതിന്റെ ബൂസ്റ്റ് ഉണ്ടെന്ന് കോൺഗ്രസിന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരെ കൊണ്ടുവന്നിരിക്കുന്നത്. BJP നിരവധി പേരെ അങ്ങനെ അവതരിപ്പിച്ചില്ലേ, IPS-കാരെയും IAS-കാരെയും ജഡ്ജിമാരെയും. അത് സ്വാഭാവികമാണ് പാർലമെന്ററി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ. CPM അങ്ങനെ ചെയ്യുമ്പോഴാണ് ഞാൻ കുറച്ചുകൂടി ഭയപ്പെടുന്നത്. കാരണം രാഷ്ട്രീയം തീരെ ഇല്ലാത്തവരെ കൊണ്ടുവന്ന PV അൻവർ അല്ലെ, PV അൻവർ എന്തായി? CPM കൊണ്ടു നടന്ന ഒരു ഇടതുപക്ഷത്തിന്റെ ഭാഗമായി കൊണ്ടു നടന്ന വളരെ 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 എന്താ പറയണ്ടേ, ഒരു വർഗപരമായോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായോ ഒരു ഇടതുപക്ഷ മൂല്യങ്ങളുമില്ലാത്ത അൻവറിനെയാണ് കൊണ്ടു നടന്നത്. അദ്ദേഹം പിന്നീട് ശത്രുവാകുന്നു. അതിന്റെ ഒരു ഐറണി ഇതിലില്ല. കാരണം CPM-ൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകുന്നത് അപൂർവമായതുകൊണ്ട് വളരെ കാലം വരെ, ഒരു 2000-ന്റെ ഈ നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവി പിണങ്ങിയാൽ വീട്ടിൽ വെറുതെ ഇരിക്കും. പുത്തരത്ത് നാരായണൻ, എനിക്ക് എത്ര ഇവരെ അറിയാം, MK പത്മനാഭൻ വെറുതെ ഇരിക്കുകയാണ് പാർട്ടി എന്ന് പറയിട്ട. അല്ലെങ്കിൽ അവർ രാഷ്ട്രീയ നിലപാടെടുത്ത് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റുകളോ മാവോയിസ്റ്റുകളോ അല്ലെങ്കിൽ CPM-ന്റെ ഇടത്തോ അല്ലെങ്കിൽ വലത്തുപക്ഷം, എന്തിന് CPM-ൽ നിന്ന് CPI ഒരാൾ പോയിട്ട് എത്ര കാലമായി ഒരു നേതാവ്? പണ്ട് 60-കളിലെ അവസാനം ഒരു ജോർജ് CPM-ൽ നിന്ന് CPI പോയ കഥയുണ്ട്. അപ്പൊ ഇത് താങ്കൾ ഇപ്പൊ പറയുന്ന രണ്ട് കാര്യങ്ങളും ഞാൻ ഗൗരവത്തിൽ എടുക്കുന്നില്ല. അത് തീർച്ചയായും UDF-നെ സഹായിക്കും. റജി സെക്രിയാസ് പോകുന്നതിനെ കൊണ്ട് നടക്കാനായിട്ട് ഒരു കോളാമ്പിയായി അവർക്ക് ഉപയോഗിക്കാൻ കഴിയും. കാരണം നമ്മളുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ചാനൽ ചർച്ചയും ഈ വ്യക്തിഗതമായിട്ടുള്ള കൂറുമാറ്റലും സ്വാധീനിക്കുന്നു എങ്കിൽ അവർക്ക് ഇവരെ കൊണ്ടുള്ള നേട്ടമുണ്ടാവും. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കാലാവസ്ഥ തിരിച്ചറിയുന്നു ഇവർ, അതാണ് പ്രധാനം. CPM-ന് മൂന്നാമതൊരു വരവിന് സാധ്യതയില്ല എന്ന ഒരു കാലാവസ്ഥ വ്യാപകമായി കേരളത്തിൽ തിരിച്ചറിയപ്പെടുന്നു. ഞാനും അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം തിരിച്ചുവരവിനുള്ള സാധ്യതകൾ വലിയ വലിയ മാറ്റങ്ങളിൽ കൂടി CPM പോയാൽ മാത്രമേ അവർക്ക് തിരിച്ചു വരാൻ അത്ര സുഖമായി തിരിച്ചറിയാൻ വരുമെന്ന് കരുതുന്ന മാധ്യമപ്രവർത്തകനാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഇത് ഗൗരവത്തിലെടുക്കേണ്ട രാഷ്ട്രീയ കാര്യമല്ല. എന്നാൽ ഈ കൂറുമാറ്റത്തിന്റെ മൊത്തം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ അത് CPM ഇനി ആരെയാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതാണ് ഭയപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുവന്നൊരു CPM തെരഞ്ഞെടുപ്പ് രംഗത്ത് നിർത്തുമെന്ന്? അത് ആരും പറയാത്ത എന്താ? വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു തികച്ചും പിന്തിരിപ്പനായ ഒരു ജാതീയ സംഘടനയുടെ വക്താവും മുസ്ലിം വിരുദ്ധനും RSS അനുകൂലിയുമായ ഒരു കുടുംബത്തെ കൊണ്ട് നടന്നാണ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ശ്രമിക്കുന്നത്. അത് ഐഷാ പോറ്റിയേക്കാളും എത്രയോ മാരകമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. എനിക്കൊന്ന് ഇതിപ്പോ ഇടതുപക്ഷം അത് മനസ്സിലാക്കി തങ്ങളുടെ ഉള്ള ഐഡിയോളജിക്കൽ സ്റ്റാൻഡ് അല്ലെങ്കിൽ പ്ലേസ് ഇൻ കേരള പൊളിറ്റിക്സ് അത് മെയിൻറ്റെയിൻ ചെയ്യാനെങ്കിലും അവർ ശ്രമിക്കണം എന്നാണ് നമുക്കൊക്കെ തോന്നാറുള്ളത്. അതായത് പക്ഷെ അത് നമുക്ക് ഒരു ആഗ്രഹത്തിന്റെ ആയതുകൊണ്ട് കാര്യമില്ല ചെറിയാൻ. ആഗ്രഹം നമ്മളെ പോലെ ഉള്ളവരുടെ ആഗ്രഹ ചിന്ത അനുസരിച്ചല്ലല്ലോ രാഷ്ട്രീയ ചരിത്രം യഥാർത്ഥത്തിൽ CPM ഇന്ന് എന്താണ്? അതിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അതിൽ നിന്ന് മാറാനുള്ള സാധ്യതയുണ്ടോ? അതിന്റെ അകത്തുള്ള ശക്തി സന്തുലനം എന്താണ്? എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് തോൽവി പോലും CPM വീണ്ടും ആ വാക്ക് സൂക്ഷിച്ചുപയോഗിക്കുകയാണ്. CPM-ന്റെ കേരള ഘടകത്തിലെ പ്രബല നേതൃത്വത്തിന് ഇപ്പോഴും, ഞാൻ സൂക്ഷിച്ചു വാക്കുപയോഗിക്കുകയാണ്, പ്രബല, ഇന്ന് നിലവിൽ മേൽക്കോയ്മയുള്ള സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലെ ആ വിഭാഗത്തിന് ഇപ്പോഴും ഈ ഉപതെരഞ്ഞെടുപ്പുകളിലും അസംബ്ലി ഉപതെരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ പ്രാദേശിക തെരഞ്ഞെടുപ്പിലും ഏറ്റ മാരകമായ തിരിച്ചടി അത് യാഥാർത്ഥ്യം അംഗീകരിക്കാൻ കഴിഞ്ഞുവെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇതല്ല അത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ ഇന്നലെ ഒരു പുസ്തകം ഒരു മാസിക വായിക്കുകയായിരുന്നു. യോഗനാഥം SNDP-യുടെ മുഖപത്രം, എഡിറ്റർ വെള്ളാപ്പള്ളി നടേശൻ, എഡിറ്റോറിയൽ വെള്ളാപ്പള്ളി നടേശന്റെ വകയാണ് എല്ലാ മാസവും. അതിൽ സഖാവ് ബാലൻ പറഞ്ഞ അതേപോലെ മാറാട് വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തുന്നു. പിണറായിയുടെ കീഴിൽ മാറാട് പോലെ ഒന്നും സംഭവിച്ചില്ലല്ലോ.
എന്തൊരു തരം ഒരു താതാത്മ്യമാണ് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. പറയുന്നു അതിലും ഏറ്റവും അപകടകരമായ, ഞാൻ ഇതുവരെ എവിടെയും കേട്ടിട്ടില്ലാത്ത, മുസ്ലിം ലീഗോ UDF മുന്നിൽ വെച്ചുകൊണ്ട് മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദത്തിന് ശ്രമിക്കുകയാണ്. മുസ്ലിം ലീഗ് മതരാഷ്ട്രം സൃഷ്ടിക്കാനായിട്ട് കേരളത്തിലെ മലപ്പുറത്തും കാസർഗോഡും നിന്ന് UDF മുന്നിൽ വെച്ച് നിൽക്കുകയാണെന്ന് ഒരു സമുദായ കക്ഷിയുടെ നേതാവ് കയ്യൊപ്പിട്ട എഡിറ്റോറിയൽ എഴുതിയിരിക്കുകയാണ് അവരുടെ മുഖപത്രത്തിൽ. ഇതാണ് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ അടിയൊഴുക്കൾ. അല്ലെങ്കിൽ ഐഷ പോറ്റിയും റജി സക്കറിയാസിനെയൊന്നും നമ്മൾ ചർച്ച ചെയ്യരുത്. ചെറിയാണ് താങ്കളും ഞാനും ഒക്കെ വളരെ ജനങ്ങൾ വായിച്ചിരുന്ന പത്രങ്ങളും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ളവരും ചാനൽ ചർച്ചകളും നിലപാടുകളൊക്കെ എടുക്കുന്നതല്ലേ. ഈ റജി ചക്രിയ എന്നൊക്കെ പറയുന്ന ഇന്നലെ മുളച്ച കൂണുകളെ പറ്റി നാം ചർച്ച ചെയ്യരുത്. ഐഷ പോറ്റി ഒരു ലൈറ്റ് വെയിറ്റ് ആണ്, പ്ലീസ് മനസ്സിലാക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് ആഴത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് ഇതാണ് നമ്മൾ കേൾക്കാൻ ഉദ്ദേശിച്ചത്. അതായത് ഇന്നത്തെ സിറ്റുവേഷനിൽ ഇടതുപക്ഷത്തിന് മൂന്നാമതൊരു ഊഴം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ ക്ലേശകരമായ ഒരു പ്രവൃത്തിയാണ് എന്ന് ഇതൊക്കെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾ ശരിയാണ്. അത് കേരളത്തിൽ നിങ്ങൾ ഒരു ചെറിയ യാത്ര നടത്തുകയാണെങ്കിൽ അതിന് അത്ഭുതത്തിന് പോലും അവകാശമില്ല. അത് രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുപക്ഷത്തിന് ക്ഷീണമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നതൊരു മൂർത്ത യാഥാർത്ഥ്യമാണ്. അത് അവർ കണ്ണടച്ചത് കൊണ്ട് ഇല്ലാതാവില്ല. അപ്പൊ അതുകൊണ്ട് മാത്രം നമുക്ക് പുതിയ കണ്ടെത്തലേ അല്ല. തീർച്ചയായിട്ടും UDF-ഉം BJP-യും ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന ആത്മവിശ്വാസത്തോടെ അല്ല. CPM എന്തെല്ലാം അവർ പൊതുപ്രസ്താവനകൾ നടത്തിയാലും ഈ യാഥാർത്ഥ്യം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ വെറും ചാനൽ മുറിയിലിരുന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെക്കുവടക്കിൽ മാത്രമല്ലല്ലോ ജീവിക്കുന്നത്. സജീവമായി രാഷ്ട്രീയ പൊതുജീവിതത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ അപ്പൊ നമുക്ക് പാർട്ടിയുടെ അനുഭാവികൾ പോലും ഭയത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ചെറിയാൻ ഇവിടെ കേരളത്തിൽ നിന്ന് എനിക്ക് സത്യസന്ധമായ അത്രേ പറയാൻ കഴിയുകയുള്ളൂ. താങ്കൾ ദയവായി കേരളത്തിലേക്ക് വരിക, തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിന്റെ കാലാവസ്ഥ മനസ്സിലാക്കുക. അല്ല, അത് മനസ്സിലാക്കി വെള്ളാപ്പള്ളിയെ പോലുള്ള ക്ലാസ് കമ്മ്യൂണൽ ആൾക്കാരെ മാറ്റി നിർത്തി ഉള്ള രാഷ്ട്രീയ അടിത്തറ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ഇടതുപക്ഷത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സമയം വൈകി. ഇതൊരു തീവണ്ടിയാണ്, ഇതിന് റിവേഴ്സ് എടുക്കാൻ പറ്റില്ല. പ്ലീസ് അത് മനസ്സിലാക്കൂ. തിരിച്ച് യൂട്ടേൺ എടുക്കാൻ കഴിയുകയില്ല. ഇത് തീവണ്ടിയാണ്, കാറല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ആ പ്രതീക്ഷ പൂവണിയണമെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് ഫലം കൂടി വന്നതിന് ശേഷം മാത്രമേ അതിന് എന്തെങ്കിലും സാധ്യത ഞാൻ കാണുന്നുള്ളൂ. നന്ദി, നമസ്കാരം. അത് അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് വേറൊരു വിഷയമായി ഞങ്ങൾ വീണ്ടും